എടി, ശമ്പളം ക്രെഡിറ്റായോ? ഓഫീസിൽ നിന്ന് ക്ഷീണിച്ച് വീട്ടിലേക്ക് കയറിയ അനന്യയോട് ഭർത്താവ് അർജുൻ ആദ്യം ചോദിച്ചത് അതായിരുന്നു. അവൾ ഒരു നിമിഷം നിശ്ചലമായി. രാവിലെ മുതൽ തുടർച്ചയായ മീറ്റിങ്ങുകൾ. 4 മണിക്കൂർ പോലും ശരിയായി ഇരിക്കാൻ പോലും സമയം കിട്ടിയിരുന്നില്ല. കണ്ണുകൾ ചുവന്നിരുന്നു. തലവേദന കൊണ്ട് പൊട്ടിത്തെറിക്കുകയായിരുന്നു. പക്ഷേ എങ്ങനെയുണ്ട്? ഭക്ഷണം കഴിച്ചോ? ഇന്ന് ഓഫീസിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്നൊരു ചോദ്യം പോലും ഉണ്ടായില്ല. അവൻ്റെ നോട്ടം മുഴുവൻ അവളുടെ മൊബൈൽ ഫോണിലായിരുന്നു. അനന്യ പതിയെ ബാഗ് താഴെ വെച്ചു. ഫോൺ തുറന്നു. ബാങ്കിൽ നിന്നുള്ള മെസ്സേജ് തെളിഞ്ഞു. സാലറി ക്രെഡിറ്റഡ്. അവൾ ആ മെസ്സേജ് കുറച്ചു സമയം നോക്കി നിന്നു. പിന്നെ സ്ക്രീൻ ഓഫ് ചെയ്തു. അർജുൻ അസ്വസ്ഥനായി. എന്താ, ശമ്പളം വന്നില്ലേ? അനന്യ അവനെ നോക്കി. ആ നോട്ടത്തിൽ 5 വർഷത്തെ ക്ഷീണം ഉണ്ടായിരുന്നു. 5 വർഷത്തെ നിശബ്ദ കരച്ചിലുണ്ടായിരുന്നു. അവൾ ശാന്തമായി പറഞ്ഞു, വന്നു. അർജുൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. എങ്കിൽ ഫോണിങ് താ, ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. അതുവരെ അനന്യ ഫോൺ പിന്നിലേക്ക് മാറ്റി. ആദ്യമായാണ് അവൾ അങ്ങനെ ചെയ്തത്. അർജുൻ ഞെട്ടി. എന്താ അനന്യ? അവൾ പതുക്കെ പറഞ്ഞു. ഇന്ന് എൻ്റെ ശമ്പളം എൻ്റെ അക്കൗണ്ടിൽ തന്നെ കിടക്കും. ആ വാക്കുകൾ കേട്ട നിമിഷം അവൻ്റെ മുഖത്തെ സ്നേഹം അപ്രത്യക്ഷമായി. ആ വീട്ടിലെ വായുവിന് പോലും ഒരു ഭാരം തോന്നി. കാരണം ആ രാത്രി ഒരു ഭാര്യ ആദ്യമായി സ്വന്തം ആത്മാഭിമാനത്തിന് വേണ്ടി സംസാരിക്കുകയായിരുന്നു. അവൾക്കറിയില്ലായിരുന്നു ആ ഒരു തീരുമാനത്തിന് ശേഷം തൻ്റെ ജീവിതം മാത്രമല്ല പലരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴാൻ പോകുകയാണെന്ന്. 5 വർഷങ്ങൾക്ക് മുമ്പ് അനന്യയുടെ ജീവിതം നിറയെ സ്വപ്നങ്ങളായിരുന്നു. നല്ലൊരു ജോലി, സ്വന്തം കഴിവിൽ നേടിയ സ്ഥാനമാനങ്ങൾ, അവളെ അഭിമാനത്തോടെ നോക്കുന്ന അച്ഛനും അമ്മയും. അത്രയേ അവൾ ആഗ്രഹിച്ചിരുന്നുള്ളൂ. വിവാഹത്തെക്കുറിച്ച് പോലും അവൾക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം പഠിച്ചും ജോലി ചെയ്തും സ്വന്തമായി ഒരു ജീവിതം പടുത്തുയർത്തുക എന്നതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. പക്ഷേ ഒരു ദിവസം അവളുടെ ജീവിതത്തിലേക്ക് അർജുൻ കടന്നു വന്നു. വീട്ടുകാർ കണ്ടുവച്ച വിവാഹം. ആദ്യ കാഴ്ചയിൽ തന്നെ വലിയ പ്രണയമൊന്നും തോന്നിയില്ല. എന്നാൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അനന്യയുടെ മനസ്സിൽ ഒരു ബഹുമാനം ജനിച്ചു. അർജുൻ വളരെ ശാന്തനായ മനുഷ്യനായിരുന്നു. വളരെ കുറച്ച് മാത്രമേ സംസാരിക്കൂ. പക്ഷേ സംസാരിക്കുമ്പോൾ ഓരോ വാക്കിനും ആത്മാർത്ഥതയുണ്ടായിരുന്നു. ആദ്യമായി ഒരുമിച്ച് കാപ്പി കുടിക്കാനിരുന്ന ദിവസം അർജുൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അനന്യ, വിവാഹം കഴിഞ്ഞാൽ ജോലി നിർത്താൻ പ്ലാനുണ്ടോ? അവൾ ഉടനെ തലകുലുക്കി. ഇല്ല, എനിക്കെൻ്റെ ജോലി ഒരുപാട് ഇഷ്ടമാണ്. അത് കേട്ടപ്പോൾ അർജുൻ്റെ മുഖത്തൊരു വലിയ പുഞ്ചിരി വിരിഞ്ഞു. അതുതന്നെയാണ് എനിക്കും വേണ്ടത്. ഒരു സ്ത്രീയുടെ സ്വപ്നങ്ങൾ വിവാഹത്തോടെ അവസാനിക്കരുത്. നീ എത്ര ഉയരത്തിലെത്തിയാലും ഞാൻ നിൻ്റെ കൂടെയുണ്ടാകും. ആ വാക്കുകൾ അനന്യയുടെ ഹൃദയത്തിൽ നേരെ പതിഞ്ഞു. ആ രാത്രി അമ്മയോട് അവൾ പറഞ്ഞത് ഇന്നും ഓർമ്മയുണ്ട്. അമ്മേ, ഇയാൾ നല്ല മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നു. അമ്മ ചിരിച്ചു. മോളുടെ കണ്ണുകൾക്ക് തെറ്റ് പറ്റില്ല. ആ വാക്കുകൾ കേട്ട് അനന്യ നാണത്തോടെ പുഞ്ചിരിച്ചു. 2 മാസത്തിന് ശേഷം അവരുടെ വിവാഹം നടന്നു. എല്ലാവരും പറഞ്ഞത് ഒരേ ഒരു കാര്യമായിരുന്നു, എത്ര മനോഹരമായ ജോഡി. ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കും. അന്നത്തെ ആ ചിരികൾ കണ്ടപ്പോൾ അനന്യ പോലും വിശ്വസിച്ചു തൻ്റെ ജീവിതം ഇനി ഒരു സ്വപ്നം പോലെ മനോഹരമാകുമെന്ന്. പക്ഷേ ചില സ്വപ്നങ്ങൾ പുലരുന്നതിന് മുമ്പേ തകർന്നു പോകാറുണ്ട്. അനന്യയുടെ ജീവിതത്തിലും ആ മാറ്റം വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ തുടങ്ങുകയായിരുന്നു. വിവാഹത്തിൻ്റെ ആദ്യ ദിവസങ്ങൾ അനന്യ സ്വപ്നം കണ്ടതുപോലെ തന്നെയായിരുന്നു. രാവിലെ ഒരുമിച്ച് ചായ കുടിക്കൽ, ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയ ചെറിയ തമാശകൾ, വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് പുറത്തു പോകൽ. ഓരോ നിമിഷവും ജീവിതം മനോഹരമാണെന്ന് അവൾക്ക് തോന്നി. ഒരു ദിവസം ഓഫീസിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ അർജുൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അനന്യ, ഈ മാസം ശമ്പളം കിട്ടിയോ? കിട്ടി. എന്താ ചോദിച്ചത്? അല്ല, നമുക്കൊരു ജോയിൻറ്റ് അക്കൗണ്ട് തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു. അനന്യ അത്ഭുതത്തോടെ നോക്കി. എന്തിന്? അർജുൻ അവളുടെ കയ്യിൽ പിടിച്ചു. നമ്മൾ ഇനി 2 പേരല്ലല്ലോ, ഒരു കുടുംബമാണ്. എൻ്റെ പണവും നിൻ്റേതാണ്, നിൻ്റെ പണവും എൻ്റേതാണ്. അതിനാൽ ഒരേ അക്കൗണ്ടിൽ ഇട്ടാൽ പ്ലാനിങ് എളുപ്പമാകും. ആ വാക്കുകൾ കേട്ടപ്പോൾ അനന്യക്ക് സംശയമൊന്നും തോന്നിയില്ല. അത് വിശ്വാസത്തിൻ്റെ അടയാളമാണെന്ന് അവൾ കരുതി. അങ്ങനെ ആദ്യ മാസത്തെ ശമ്പളം അവൾ സ്വന്തം കൈകൊണ്ട് ജോയിൻറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റി. അർജുൻ സന്തോഷത്തോടെ പറഞ്ഞു, ഇങ്ങനെയായിരിക്കണം കുടുംബം. അനന്യയും സന്തോഷിച്ചു. പക്ഷേ അടുത്ത മാസം ഒരു ചെറിയ മാറ്റം സംഭവിച്ചു. അനന്യ, നിൻ്റെ ATM കാർഡ് ഞാൻ വെക്കട്ടെ? നീ ഓഫീസിലായിരിക്കും, ബില്ലൊക്കെ ഞാൻ അടച്ചോളാം. നിനക്ക് ആവശ്യം വന്നാൽ എന്നോട് പറഞ്ഞാൽ മതി. അവൾ വീണ്ടും ഒന്നും ചിന്തിച്ചില്ല. സ്നേഹമുള്ള ഭർത്താവാണ്, വീട്ടുകാര്യം നോക്കുകയാണെന്ന് മാത്രമാണ് അവൾ കരുതിയത്. പക്ഷേ ദിവസങ്ങൾ കടന്നു പോയതോടെ ആ
വാക്കുകളുടെ അർത്ഥം മാറിത്തുടങ്ങി. ഒരു ദിവസം ഓഫീസിൽ സഹപ്രവർത്തകയുടെ പിറന്നാളായിരുന്നു. എല്ലാവരും ചേർന്ന് ഒരു ചെറിയ സമ്മാനം വാങ്ങാൻ തീരുമാനിച്ചു. ഓരോരുത്തരും 1000 രൂപ വീതം കൊടുക്കണം. അനന്യ ഫോണെടുത്തു. അക്കൗണ്ടിൽ ബാലൻസ് 143 മാത്രം. അവൾ ഞെട്ടി. വൈകുന്നേരം വീട്ടിലെത്തിയ ഉടൻ ചോദിച്ചു, അർജുൻ, എൻ്റെ അക്കൗണ്ടിൽ പണമൊന്നുമില്ലല്ലോ. അർജുൻ വളരെ സാധാരണയായി മറുപടി പറഞ്ഞു, ഞാൻ എടുത്തു. ഇൻഷുറൻസ് പ്രീമിയം അടക്കാനുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ മരുന്നും വാങ്ങി. നീ എന്തിനാ വിഷമിക്കുന്നത്? ആവശ്യം വന്നാൽ എന്നോട് ചോദിച്ചാൽ മതി. ആ നിമിഷം അനന്യ ആദ്യമായി സ്വന്തം പണത്തിന് മറ്റൊരാളുടെ അനുവാദം വേണമെന്ന് തിരിച്ചറിഞ്ഞു. എന്നിട്ടും അവൾ സ്വയം ആശ്വസിപ്പിച്ചു, ഇതൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്നതായിരിക്കും, വെറുതെ സംശയിക്കേണ്ട. പക്ഷേ അവൾ അറിയാതെ പോയ ഒരു കാര്യമുണ്ടായിരുന്നു. ഇത് ഒരു തുടക്കം മാത്രമായിരുന്നു. അവളുടെ സ്വാതന്ത്ര്യം പതിയെ ഓരോ ദിവസവും അവളിൽ നിന്ന് അകന്നു പോകുകയായിരുന്നു. ആ ദിവസത്തിന് ശേഷം അനന്യ ഒരു കാര്യം ശ്രദ്ധിച്ചു. വീട്ടിലെ എല്ലാ തീരുമാനങ്ങളും അർജുൻ മാത്രമാണ് എടുക്കുന്നത്. ആദ്യം അവൾ അത് സ്നേഹമാണെന്ന് കരുതി. പിന്നീട് അത് നിയന്ത്രണമാണെന്ന് മനസ്സിലായി. ഒരു ഞായറാഴ്ച ഓഫീസിലെ സഹപ്രവർത്തക മീര വിളിച്ചു, അനന്യ, ഇന്ന് എല്ലാവരും ചേർന്ന് ലഞ്ചിന് പോകുന്നുണ്ട്, നീയും വരണം. അനന്യ സന്തോഷത്തോടെ സമ്മതിച്ചു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം സുഹൃത്തുക്കളോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാമെന്ന സന്തോഷം അവൾ മുറിയിലേക്ക് പോയി. നീല നിറത്തിലുള്ള ഒരു മനോഹരമായ കുർത്തി എടുത്തു. അപ്പോഴാണ് അർജുൻ മുറിയിലേക്ക് വന്നത്. എങ്ങോട്ടാ? മീരിയും ഓഫീസിലെ കൂട്ടുകാരും വിളിച്ചു. 1 മണിക്കൂർ പോയിട്ട് വരാം. അർജുൻ അവളെ ഒന്ന് നോക്കി. അതിൻ്റെ ആവശ്യമെന്താ? അവരോടൊപ്പം കറങ്ങാൻ ഇപ്പോൾ സമയമുണ്ടോ? വീട്ടിൽ അമ്മ ഒറ്റയ്ക്കല്ലേ? അനന്യ പതിയെ പറഞ്ഞു. മാസത്തിലൊരിക്കൽ മാത്രമല്ലേ, ഞാൻ പെട്ടെന്ന് വന്നോളാം. അർജുൻ്റെ മുഖം കടുത്തു. അനന്യ, വിവാഹം കഴിഞ്ഞിട്ടും പഴയ ബാച്ചിലർ ലൈഫ് തുടരാനാണോ പ്ലാൻ? ആ ഒരു ചോദ്യം അവളുടെ മനസ്സിൽ എന്തോ തകർത്തു. അവളൊന്നും മിണ്ടിയില്ല. മീരയെ വിളിച്ചു. സോറി, എനിക്ക് വരാൻ പറ്റില്ല. ഫോൺ കട്ട് ചെയ്തപ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അടുത്ത ആഴ്ച ഓഫീസിൽ അനന്യയ്ക്ക് ഒരു വലിയ സന്തോഷ വാർത്ത ലഭിച്ചു. അവളെ സീനിയർ ക്രിയേറ്റീവ് ഡയറക്ടറായി പ്രൊമോട്ട് ചെയ്തു. ശമ്പളവും നല്ല രീതിയിൽ വർദ്ധിച്ചു. എല്ലാവരും കൈയടിച്ചു. മീര ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ഇന്ന് പാർട്ടി വേണം. അനന്യ ചിരിച്ചു. പക്ഷേ ആ ചിരിക്ക് പൂർണ്ണത ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ആ സന്തോഷ വാർത്ത പറയാൻ അവൾ ആവേശത്തോടെ വീട്ടിലെത്തി. അർജുൻ, എനിക്ക് പ്രൊമോഷൻ കിട്ടി. അർജുൻ തലയുയർത്തി നോക്കി. ആണോ? ശമ്പളം എത്ര കൂടും? അനന്യ ഒന്ന് നിശബ്ദയായി. ഒരു നിമിഷം അവൾ പ്രതീക്ഷിച്ചത് എനിക്ക് നിന്നെ ഓർത്ത് അഭിമാനമുണ്ട് എന്നൊരു വാക്കായിരുന്നു. പക്ഷേ അവൻ ചോദിച്ചത് ശമ്പളത്തെക്കുറിച്ചായിരുന്നു. അവൾ പതിയെ തുക പറഞ്ഞു. അർജുൻ്റെ കണ്ണുകൾ തിളങ്ങി. സൂപ്പർ, അപ്പോൾ അടുത്ത മാസം മുതൽ കുറച്ചുകൂടി സേവ് ചെയ്യാം. ആലോചിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വേഗം നടക്കും. ആ നിമിഷം അനന്യ ആദ്യമായി ചിന്തിച്ചു, എൻ്റെ സന്തോഷം അയാൾ കാണുന്നില്ല, എൻ്റെ ശമ്പളം മാത്രമാണ് അയാൾ കാണുന്നത്. ആ രാത്രി ബാൽക്കണിയിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവൾ ആകാശത്തേക്ക് നോക്കി. തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ ഉള്ളിൽ എന്തോ പതിയെ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് അപ്പോഴും അറിയില്ലായിരുന്നു ജീവിതം ഇനിയും അവൾക്കായി അതിലും വലിയൊരു പരീക്ഷണം കരുതി വച്ചിട്ടുണ്ടെന്ന്. പ്രമോഷൻ കിട്ടിയ സന്തോഷം വീട്ടിലെ 4 ചുവരുകൾക്കുള്ളിൽ കയറിയതോടെ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ജീവിതം അവൾക്കായി അതിലും വലിയൊരു ആഘാതം കരുതി വച്ചിരുന്നു. അടുത്ത ഞായറാഴ്ച രാവിലെ ചായ കുടിക്കുമ്പോഴാണ് അനന്യയുടെ ഫോൺ ബെല്ലടിച്ചത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് അമ്മ. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കോളെടുത്തു. അമ്മേ, എന്താ വിശേഷം? മറുവശത്ത് അമ്മയുടെ ശബ്ദം പതിവ് പോലെ സന്തോഷമായിരുന്നില്ല. ഒന്നുമില്ല മോളെ, നിന്നെ ഒന്ന് വിളിക്കാൻ തോന്നി. അമ്മയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അനന്യയുടെ നെഞ്ചിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അമ്മേ, കരയുന്നുണ്ടോ? കുറച്ചു നിമിഷം നിശബ്ദത. പിന്നെ അമ്മ പതിയെ പറഞ്ഞു, മരുന്നൊക്കെ തീർന്നു മോളെ, ഈ മാസം വാങ്ങാൻ പറ്റിയില്ല. ചേട്ടന് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയതാണ്. ആ വാക്കുകൾ അനന്യയുടെ ഹൃദയത്തിൽ കുത്തിയിറങ്ങി. തൻ്റെ അമ്മ ജീവിതത്തിൽ ഒരിക്കലും ആരോടും കൈ നീട്ടിയിട്ടില്ല. ഇന്ന് സ്വന്തം മകളോട് പോലും ചോദിക്കാൻ മടിക്കുന്നു. അനന്യ ഉടനെ പറഞ്ഞു, അമ്മേ, ഞാൻ ഇപ്പോൾ തന്നെ പണം അയക്കാം. ഫോൺ വെച്ച ഉടനെ അവൾ ബാങ്ക് ആപ്പ് തുറന്നു. അക്കൗണ്ടിലെ ബാലൻസ് കണ്ടപ്പോൾ അവളുടെ കൈകൾ വിറച്ചു. 318 രൂപ, അത്രമാത്രം. 2 ലക്ഷം ശമ്പളം വാങ്ങുന്ന അനന്യയുടെ അക്കൗണ്ടിൽ 300 രൂപ പോലും തികയാത്ത ബാലൻസ്. അവൾക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വൈകുന്നേരം അർജുൻ വീട്ടിലെത്തിയപ്പോൾ അനന്യ ശാന്തമായി ചോദിച്ചു, അർജുൻ, അമ്മയ്ക്ക് കുറച്ച് പണം അയക്കണം, മരുന്ന് വാങ്ങാനാണ്. അർജുൻ ഷർട്ട് മാറിക്കൊണ്ടിരിക്കെ ചോദിച്ചു, എത്ര? 15,000 മതി. അവൻ ഒന്ന് ചിരിച്ചു. പക്ഷേ ആ ചിരിയിൽ സ്നേഹമുണ്ടായിരുന്നില്ല. അനന്യ, എല്ലാ മാസവും ഇങ്ങനെ പണം കൊടുത്താൽ നമ്മുടെ ഭാവി
ഭാവി എന്താകും? അവൾ ശ്വസിക്കാൻ കഴിയാതെ അർജുനെ നോക്കി. ഇത് എൻ്റെ അമ്മയാണ് അർജുൻ, മരുന്നിന് വേണ്ടിയല്ലേ? അർജുൻ സോഫയിലിരുന്നു. നിന്റെ ചേട്ടനുണ്ടല്ലോ, അവൻ നോക്കട്ടെ. വിവാഹം കഴിഞ്ഞ പെൺമക്കൾ എല്ലാ കാര്യത്തിലും ഇടപെടേണ്ട ആവശ്യമില്ല. ആ വാക്കുകൾ കേട്ട നിമിഷം അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക് ശമ്പളം തരാൻ മാത്രം വേണ്ട ആളാണോ? ആ ചോദ്യം കേട്ടിട്ടും അർജുൻ മിണ്ടിയില്ല. അവൻ്റെ നിശബ്ദത 1000 വാക്കുകളേക്കാൾ വേദനിപ്പിക്കുന്നതായിരുന്നു. ആ രാത്രി മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം അനന്യ ജനലരികിൽ പോയി നിന്നു. എവിടെയോ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ മനസ്സിൽ അതിലും വലിയൊരു കൊടുങ്കാറ്റ് വീശുകയായിരുന്നു. സ്വന്തം അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ പോലും എൻ്റെ കയ്യിൽ അവകാശമില്ലേ? ആ ചോദ്യം ആ രാത്രി മുഴുവൻ അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ അവൾ അറിഞ്ഞിരുന്നില്ല 3 ദിവസങ്ങൾക്കുള്ളിൽ അവളുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുന്ന ഒരു ഫോൺ കോൾ വരാൻ പോകുകയാണെന്ന്. 3 ദിവസങ്ങൾ അനന്യ യന്ത്രത്തെ പോലെ ജീവിച്ചു. ഓഫീസിൽ മുഖത്തൊരു പുഞ്ചിരി, വീട്ടിൽ നിശബ്ദം. അവൾ സംസാരിക്കുന്നത് പോലും കുറഞ്ഞു. അർജുൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവൻ്റെ ലോകം ബാങ്ക് ബാലൻസും ഇൻവെസ്റ്റ്മെൻറ്റും പുതിയ കാറിൻ്റെ ബ്രൗഷറുകളും മാത്രമായിരുന്നു. വ്യാഴാഴ്ച ഓഫീസിലൊരു പ്രധാന പ്രസൻറ്റേഷൻ നടക്കുകയായിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നിൻ്റെ പ്രൊജക്റ്റ്. കോൺഫറൻസ് ഹാളിൽ എല്ലാവരുടെയും ശ്രദ്ധ അനന്യയിലായിരുന്നു. അവൾ പ്രസൻറ്റേഷൻ തുടങ്ങാൻ പോകുമ്പോഴാണ് ഫോൺ തുടർച്ചയായി വൈബ്രേറ്റ് ചെയ്തത്. ആദ്യത്തെ കോൾ അവൾ കട്ട് ചെയ്തു. രണ്ടാമത്തേത് വീണ്ടും അവൾ കട്ട് ചെയ്തു. മൂന്നാമത്തെ കോൾ ചേട്ടൻ. എന്തോ അപകടം സംഭവിച്ചുവെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. അവൾ പുറത്തേക്ക് നടന്നു. വിറയ്ക്കുന്ന കൈകളോടെ ഫോണെടുത്തു. ചേട്ടാ. മറുവശത്ത് കരച്ചിൽ മാത്രം. അനു, അമ്മ. ആ ഒരു വാക്ക് കേട്ടതോടെ അനന്യയുടെ കാലുകൾ തളർന്നു. അമ്മയ്ക്ക് എന്തു പറ്റി? രാവിലെ മരുന്ന് കഴിക്കാൻ എഴുന്നേറ്റപ്പോൾ പെട്ടെന്നൊരു നെഞ്ചുവേദന. ഇപ്പോൾ ICUവിലാണ്. ഡോക്ടർ പറയുന്നു ഉടൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം. അഡ്വാൻസായി 2 ലക്ഷം രൂപ കെട്ടണം. ചേട്ടൻ്റെ ശബ്ദം പൊട്ടി. എൻ്റെ കയ്യിൽ അത്ര പണമില്ല അനു. നീ എന്തെങ്കിലും ചെയ്യണം. ആ നിമിഷം അനന്യയ്ക്ക് ചുറ്റുമുള്ള ലോകം കറങ്ങുന്നത് പോലെ തോന്നി. ചുമരിൽ കൈപിടിച്ചില്ലായിരുന്നെങ്കിൽ അവൾ നിലത്തേക്ക് വീണുപോയേനെ. അവൾ ഒരൊറ്റ നിമിഷം പോലും പാഴാക്കിയില്ല. അർജുനെ വിളിച്ചു. എന്താ അനന്യ? ഞാൻ മീറ്റിങ്ങിലാണ്. അനന്യ കരച്ചിലോടെ പറഞ്ഞു. അർജുൻ, അമ്മ ഹോസ്പിറ്റലിലാണ്. 2 ലക്ഷം രൂപ ഉടനെ വേണം. നമ്മുടെ അക്കൗണ്ടിൽ എൻ്റെ ശമ്പളമുണ്ടല്ലോ. ദയവായി ഇപ്പോൾ തന്നെ അയച്ചു തരൂ. മറുവശത്ത് കുറച്ച് നിമിഷം നിശബ്ദത. പിന്നെ അർജുൻ്റെ ശബ്ദം. അനന്യ, ഇപ്പോൾ പറ്റില്ല. അവളുടെ ഹൃദയം ഒന്ന് നിശ്ചലമായി. എന്താ? ആ പണം ഞാൻ ഇന്നലെ അഡ്വാൻസ് കൊടുത്തു, പുതിയ കാർ ബുക്ക് ചെയ്യാൻ. അനന്യയുടെ കണ്ണുകൾ തുറിച്ചുപോയി. എന്ത്? അമ്മ ജീവന് വേണ്ടി പൊരുതുകയാണ്. അപ്പോഴാണോ നീ? അവളുടെ ശബ്ദം വിറച്ചു. അർജുൻ വീണ്ടും പറഞ്ഞു. നീ ഒന്ന് സമാധാനിക്കൂ, നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ അഡ്വാൻസ് തിരിച്ചു കിട്ടില്ല. ആ നിമിഷം അനന്യയുടെ ഉള്ളിൽ എന്തോ ഒടിഞ്ഞു വീണു. അവൾ പതിയെ ചോദിച്ചു. അർജുൻ, ഒരു കാര്യം മാത്രം പറയൂ. നിനക്ക് എൻ്റെ അമ്മയുടെ ജീവനേക്കാൾ ഒരു കാറാണോ വലുത്? മറുവശത്ത് നിശബ്ദത മാത്രം. ആ നിശബ്ദത അവൾക്കെല്ലാ ഉത്തരങ്ങളും നൽകി. അനന്യ പതിയെ ഫോൺ കട്ട് ചെയ്തു. കണ്ണുനീർ തുടച്ചു. പക്ഷേ ഇത്തവണ അതൊരു നിസ്സഹായയായ സ്ത്രീയുടെ കണ്ണീരായിരുന്നില്ല. അത് ഒരു കൊടുങ്കാറ്റിൻ്റെ തുടക്കമായിരുന്നു. ആ നിമിഷം അവൾ മനസ്സിലൊരു തീരുമാനമെടുത്തു. ഇനി ഞാൻ കരയില്ല. ഇനി കരയേണ്ടത് എന്നെ കരയിപ്പിച്ചവരാണ്. കുറച്ചുനേരം ഓഫീസിൻ്റെ ഇടനാഴിയിൽ അനങ്ങാതെ നിന്നു. ചുറ്റും ആളുകൾ നടക്കുന്നുണ്ടായിരുന്നു. ആരും അവളെ ശ്രദ്ധിച്ചില്ല. പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു ലോകം തകർന്നു വീഴുകയായിരുന്നു. സ്വന്തം അമ്മ മരണത്തോട് മല്ലിടുന്നു. താൻ 2 ലക്ഷം രൂപയ്ക്ക് മുന്നിൽ നിസ്സഹായിയായി നിൽക്കുന്നു. അവൾ പതിയെ നിലത്തിരുന്നു. കൈകൾ കൊണ്ട് മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. അപ്പോഴാണ് അവളുടെ തോളിൽ ആരോ പതുക്കെ കൈവച്ചത്. ഓഫീസിലെ ബോസ് രാഹുൽ മേനോൻ. 50 വയസ്സിനടുത്ത പ്രായം. ജീവനക്കാരെ സ്വന്തം കുടുംബത്തെ പോലെ കാണുന്ന മനുഷ്യൻ. അനന്യ, എന്താണ് സംഭവിച്ചത്? അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. കരച്ചിലിനിടയിൽ എങ്ങനെയോ എല്ലാം പറഞ്ഞു. അമ്മയുടെ അസുഖം, 2 ലക്ഷം രൂപ, ഭർത്താവിൻ്റെ നിഷേധം, എല്ലാം. രാഹുൽ സാർ ഒരു വാക്കുപോലും ഇടയിൽ പറഞ്ഞില്ല. എല്ലാം കേട്ട ശേഷം അദ്ദേഹം ഫോൺ എടുത്തു. നിന്റെ ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പർ അയച്ചു തരൂ. അനന്യ അത്ഭുതത്തോടെ നോക്കി. സാർ വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും. അദ്ദേഹം അവളുടെ വാക്കുകൾ പൂർത്തിയാക്കാൻ അനുവദിച്ചില്ല. അനന്യ, ഇത് കടമല്ല. ഇതൊരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള സഹായമാണ്. ബാക്കിയുള്ളത് പിന്നെ സംസാരിക്കാം. 5 മിനിറ്റിനുള്ളിൽ പണം ട്രാൻസ്ഫർ ചെയ്തു. ചേട്ടൻ്റെ ഫോൺ വന്നു. അനു, പണം കിട്ടി. ഇപ്പോൾ തന്നെ സർജറി തുടങ്ങും. ആ വാക്ക് കേട്ടപ്പോൾ അനന്യ ആദ്യമായി ആശ്വാസത്തോടെ കരഞ്ഞു. അവൾ രാഹുൽ സാറിൻ്റെ മുന്നിൽ കൈകൂപ്പി. അദ്ദേഹം ഉടനെ തടഞ്ഞു. നന്ദി പറയേണ്ടത് എന്നോടല്ല, നാളെ നിന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നാലും ഞാൻ ഇത് തന്നെ ചെയ്യും. പക്ഷേ അദ്ദേഹം ഒന്ന് നിർത്തി. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ? അനന്യ തലയുയർത്തി നോക്കി. ഇത്ര വലിയ ശമ്പളം വാങ്ങുന്ന നീ നിന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് പണമില്ലാത്ത അവസ്ഥയിലേക്ക് എങ്ങനെ എത്തി? ആ ചോദ്യം അവളുടെ നെഞ്ചിൽ കൊണ്ടു. ഇത്രയും കാലം ആരോടും തുറന്നു പറയാത്ത സത്യം അവൾ ആദ്യമായി ഒരാളോട് മുഴുവൻ പറഞ്ഞു. ശമ്പളം, ജോയിൻറ്റ് അക്കൗണ്ട്, ATM കാർഡ്,
ഓരോ മാസവും നിയന്ത്രണം, എല്ലാം. രാഹുൽ സാർ നിശബ്ദനായി കേട്ടിരുന്നു. അവസാനം അദ്ദേഹം ഒരു ദീർഘനിശ്വാസം വിട്ടു. അനന്യ, ഇത് കുടുംബജീവിതമല്ല, ഇത് സാമ്പത്തിക പീഡനമാണ്. ആ വാക്ക് അവൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സാമ്പത്തിക പീഡനം. അവൾ മനസ്സിൽ ആ വാക്ക് പലതവണ ആവർത്തിച്ചു. അതെ, ഇത്രയും കാലം താൻ സഹിച്ചത് അതുതന്നെയായിരുന്നു. വൈകുന്നേരം അമ്മയുടെ ശസ്ത്രക്രിയ വിജയകരമായി കഴിഞ്ഞുവെന്ന വാർത്ത വന്നു. ഡോക്ടർ പുറത്തു വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, സർജറി വിജയിച്ചു. ആ നിമിഷം അനന്യ ആകാശത്തേക്ക് നോക്കി, കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അത് സന്തോഷത്തിൻ്റെ കണ്ണീരായിരുന്നു. എന്നാൽ അവൾ അറിയുന്നില്ലായിരുന്നു അമ്മയുടെ ജീവൻ രക്ഷപ്പെട്ട സന്തോഷം അധിക നേരം നീണ്ടു നിൽക്കില്ലെന്ന്. കാരണം അവൾ ആശുപത്രിയിൽ കഴിയുമ്പോൾ അർജുൻ അവളുടെ ജീവിതത്തെ തകർക്കാൻ അടുത്ത നീക്കം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ആശുപത്രിയിലെ ICUവിന് മുന്നിൽ ഒരു പ്ലാസ്റ്റിക് കസേരയിൽ ഇരിക്കുകയായിരുന്നു അനന്യ. അമ്മയുടെ ശസ്ത്രക്രിയ കഴിഞ്ഞെങ്കിലും ഡോക്ടർ പറഞ്ഞിരുന്നു, അടുത്ത 48 മണിക്കൂർ വളരെ നിർണായകമാണ്. അമ്മ ഉറങ്ങുകയായിരുന്നു. ചേട്ടൻ കാൻറ്റീനിലേക്ക് പോയിരുന്നു. ആ ഇടനാഴിയിൽ ആദ്യമായി അനന്യയ്ക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടി. അവൾ ഫോൺ എടുത്തു, ബാങ്ക് ആപ്പ് തുറന്നു. കഴിഞ്ഞ 5 വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാൻ തുടങ്ങി. ആദ്യമൊന്നും പ്രത്യേകിച്ച് തോന്നിയില്ല. പക്ഷേ ഓരോ മാസവും സ്ക്രോൾ ചെയ്യുന്തോറും അവളുടെ ഹൃദയമിടിപ്പ് കൂടി. ശമ്പളം വന്ന അതേ ദിവസം മുഴുവൻ തുകയും അല്ലെങ്കിൽ അതിൻ്റെ ഭൂരിഭാഗവും ഒരേ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ചില മാസങ്ങളിൽ ബോണസും എല്ലാം. അവൾ പതിയെ കണക്ക് കൂട്ടാൻ തുടങ്ങി. 1-ാം വർഷം, 2-ാം വർഷം, 3-ാം വർഷം, അങ്ങനെ അവസാനം ഫോണിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞ സംഖ്യ കണ്ടപ്പോൾ അവളുടെ കൈകൾ വിറച്ചു. 58 ലക്ഷം രൂപ. 5 വർഷത്തിനിടെ അവൾ അധ്വാനിച്ച് സമ്പാദിച്ച പണത്തിൽ 58 ലക്ഷത്തിലധികം രൂപ അർജുൻ്റെ നിയന്ത്രണത്തിലേക്ക് പോയിരിക്കുന്നു. ആ നിമിഷം അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞില്ല, മറിച്ച് അവളുടെ ഉള്ളിൽ ഒരു ചോദ്യമുയർന്നു. ഇത്രയും വർഷം ഞാൻ എന്താണ് ചെയ്തത്? അപ്പോഴാണ് അവളുടെ അടുത്ത് ചേട്ടൻ വന്നിരുന്നത്. എന്താ അനു? അവൾ ഫോൺ ചേട്ടന് കൊടുത്തു. എല്ലാ ട്രാൻസാക്ഷനും ഒന്നൊന്നായി കാണിച്ചു. ശരത്ത് കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. പിന്നെ വളരെ പതുക്കെ ചോദിച്ചു, ഇതൊക്കെ നീ അറിഞ്ഞുകൊണ്ടാണോ അയച്ചത്? അനന്യ തല താഴ്ത്തി. അത് കുടുംബത്തിനു വേണ്ടിയാണെന്ന് കരുതി. ശരത് കണ്ണട ഊരി മേശപ്പുറത്ത് വെച്ചു. അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു. അനു, അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഇത് ഒരിക്കലും അനുവദിക്കില്ലായിരുന്നു. ആ വാക്ക് കേട്ടപ്പോൾ അനന്യയുടെ മനസ്സ് ഒന്ന് പിടഞ്ഞു. അവളുടെ അച്ഛൻ എപ്പോഴും ഒരു കാര്യം പറയുമായിരുന്നു, മോളെ, പണം വലിയ കാര്യമല്ല, പക്ഷേ സ്വന്തം അധ്വാനത്തിൻ്റെ വില ഒരിക്കലും ആർക്കും എഴുതി കൊടുക്കരുത്. അന്ന് ആ വാക്കുകൾ അവൾ ചിരിച്ചു തള്ളിയിരുന്നു. ഇന്ന് അച്ഛൻ്റെ ഓരോ വാക്കും ജീവിത സത്യമായി തോന്നി. വൈകുന്നേരം അർജുൻ ആശുപത്രിയിലേക്ക് വന്നു. കയ്യിൽ പഴങ്ങളുടെ ഒരു കവറും മുഖത്ത് നിർമ്മിച്ചെടുത്ത ഒരു വിഷമവും. അനന്യ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അവൾ മറുപടി പറഞ്ഞില്ല. അർജുൻ അടുത്ത് വന്ന് പതുക്കെ പറഞ്ഞു, രാവിലെ നടന്ന കാര്യങ്ങൾ മറന്നേക്കാം. നീ ദേഷ്യത്തിലായിരുന്നു, ഞാൻ ടെൻഷനിലായിരുന്നു. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അനന്യ ആദ്യമായി അവൻ്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. വീട്ടിലേക്കോ? ഏത് വീട്ടിലേക്ക്? ആ ചോദ്യം കേട്ട് അർജുൻ ഒന്ന് പതറി. എന്താ അനന്യ? അവൾ ശാന്തമായി പറഞ്ഞു, ഒരു ഭാര്യയ്ക്ക് സ്വന്തം അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ശമ്പളം ചോദിക്കേണ്ടി വരുന്ന സ്ഥലം വീടല്ല അർജുൻ, അതൊരു തടവറയാണ്. ആ വാക്കുകൾ കേട്ട് അർജുൻ്റെ മുഖം വലിഞ്ഞു മുറുകി. പക്ഷേ ഇപ്പോഴും അവൻ മനസ്സിലാക്കിയിരുന്നില്ല അവൻ്റെ മുന്നിൽ നിൽക്കുന്നത് 5 വർഷം മുമ്പുള്ള ആ പഴയ അനന്യയല്ലെന്ന്. ആശുപത്രിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അർജുൻ അവസാനമായി ഒരിക്കൽ കൂടി ശ്രമിച്ചു. അനന്യ, ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്ത് കാര്യം? അമ്മയെ ചേട്ടൻ നോക്കിക്കൊള്ളും. നീ വാ, വീട്ടിൽ അമ്മയും അച്ഛനും നിന്നെ കാത്തിരിക്കുകയാണ്. അനന്യ പതിയെ എഴുന്നേറ്റു. അവൻ്റെ മുന്നിൽ വന്നു നിന്നു. മുഖത്ത് ദേഷ്യമില്ല, കരച്ചിലുമില്ല, വല്ലാത്തൊരു ശാന്തത മാത്രം. അർജുൻ, ഒരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്ക്. ഇന്ന് ആശുപത്രിയിൽ കിടക്കുന്നത് നിന്റെ അമ്മയായിരുന്നെങ്കിൽ ഇതേ മറുപടി തന്നെയായിരുന്നോ നീ പറയുക? അർജുൻ പെട്ടെന്ന് മിണ്ടാതെയായി. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ താഴ്ന്നു. പക്ഷേ ആ മൗനം അധിക നേരം നീണ്ടില്ല. അനന്യ, ഓരോ കുടുംബത്തിനും ചില പ്രയോറിറ്റികളുണ്ട്. ഞാൻ ചെയ്തത് നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ്. ആ വാക്കുകൾ കേട്ട നിമിഷം അനന്യ ഒന്ന് ചിരിച്ചു. അത് പരിഹാസത്തിൻ്റെ ചിരിയായിരുന്നു. നമ്മുടെ ഭാവിയോ? അല്ല അർജുൻ, നിൻ്റെ ഭാവി, നിൻ്റെ കാർ, നിൻ്റെ സ്വപ്നങ്ങൾ, നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൽ ഞാൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അർജുൻ്റെ മുഖം കടുത്തു. നീ ഇപ്പോൾ വെറുതെ ഓരോന്ന് പറയുകയാണ്. ഞാൻ നിന്നെ നോക്കിയിട്ടില്ലേ? ഈ വീട്ടിലൊരു കുറവും വരുത്തിയിട്ടില്ലല്ലോ. അനന്യ പതുക്കെ തലകുലുക്കി. അതെ, വീട്ടിലൊരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ വരുത്തി. സ്വന്തം അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ പോലും സ്വന്തം പണം എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കി. അതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ അർജുൻ? അർജുൻ മറുപടി പറയാൻ വാക്കുകൾ തേടി. പക്ഷേ ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് ചേട്ടൻ ശരത്ത് അങ്ങോട്ട് വന്നത്. അർജുനെ കണ്ടപ്പോൾ അവനൊന്നും പറഞ്ഞില്ല. പക്ഷേ അവൻ്റെ നോട്ടത്തിൽ ഒരു സഹോദരൻ്റെ വേദനയുണ്ടായിരുന്നു. അവൻ അനന്യയോട് മാത്രം പറഞ്ഞു, അനു, ഡോക്ടർ വിളിക്കുന്നു. അനന്യ അകത്തേക്ക് നടക്കാൻ തുടങ്ങി. പിന്നിൽ നിന്ന് അർജുൻ വിളിച്ചു, അനന്യ, ഇന്ന്
ഇന്ന് നീ എന്നോടൊപ്പം വീട്ടിലേക്ക് വരുന്നില്ലേ? അവൾ തിരിഞ്ഞു നോക്കി ജീവിതത്തിൽ ആദ്യമായി ഭയമില്ലാതെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഇല്ല. ഒരു വാക്ക് മാത്രം. പക്ഷേ ആ ഒരൊറ്റ വാക്ക് 5 വർഷത്തെ നിശബ്ദതയുടെ അവസാനമായിരുന്നു. അർജുൻ അവിശ്വസനീയമായി അവളെ നോക്കി. കാരണം ഇത്രയും വർഷത്തിനിടെ അനന്യ ആദ്യമായാണ് അവനോട് ഇല്ല എന്ന് പറയുന്നത്. അവൾ ആശുപത്രിക്കുള്ളിലേക്ക് നടന്നു പോകുമ്പോൾ അർജുൻ അവിടെ തന്നെ നിന്നു. ആദ്യമായി അവനൊരു ഭയം തോന്നി. ഇവൾ ശരിക്കും എന്നെ വിട്ടു പോകുമോ? വൈകുന്നേരം അമ്മ ഉറങ്ങിയ സമയത്ത് അനന്യ ആശുപത്രിയുടെ ടെറസിലേക്ക് നടന്നു. കയ്യിലൊരു ചൂട് ചായ, മനസ്സിൽ 1000 ചിന്തകൾ. അപ്പോഴാണ് അവളുടെ ഫോൺ ബെല്ലടിച്ചത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് അമ്മായിയമ്മ. ഒരു നിമിഷം മടിച്ചെങ്കിലും അവൾ കോൾ എടുത്തു. ഹലോ. മറുവശത്ത് പതിവ് പോലുള്ള സ്നേഹമില്ല, ആജ്ഞയുടെ സ്വരം. അനന്യ, നീ എപ്പോഴാ വീട്ടിലേക്ക് വരുന്നത്? അമ്മയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? അനന്യ ശാന്തമായി പറഞ്ഞു. ഇല്ല അമ്മേ, ഡോക്ടർ കുറച്ച് ദിവസം കൂടി നിൽക്കാൻ പറഞ്ഞു. അത് കേട്ടതും അമ്മായി അമ്മയുടെ ശബ്ദം കടുത്തു. അവിടെ നിന്നിട്ട് എന്ത് കാര്യം? ഈ വീട്ടിൽ ജോലിയൊന്നുമില്ലേ? വീട്ടിൽ നിന്റെ ഉത്തരവാദിത്തങ്ങൾ ആരാ ചെയ്യുക? അനന്യ ആദ്യമായി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അമ്മേ, ഞാൻ ആശുപത്രിയിൽ വന്നിട്ട് 4 ദിവസമായി. ഒരു തവണയെങ്കിലും അമ്മ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ ചോദിച്ചോ? മറുവശത്ത് കുറച്ച് നിമിഷം നിശബ്ദത. പിന്നെ അതൊക്കെ ശരി, പക്ഷേ വീട്ടുകാര്യം ആദ്യം നോക്കണം. ആ വാക്ക് കേട്ട നിമിഷം അനന്യയ്ക്ക് എല്ലാം വ്യക്തമായി. ഇവർക്ക് അവളുടെ അമ്മയുടെ അസുഖമല്ല പ്രശ്നം, അവൾ വീട്ടിൽ ഇല്ലാത്തതാണ് പ്രശ്നം. മുറിയിലെ ജനൽ വഴി ഇളം സൂര്യപ്രകാശം അകത്തേക്ക് വീണു. അനന്യ ശാന്തമായി കിടക്കുകയായിരുന്നു. പക്ഷേ അവളുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. അപ്പോഴാണ് അർജുൻ്റെ ഫോണിലേക്കൊരു കോൾ വന്നത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് റഫീഖിക്ക, അവരുടെ കുടുംബ സുഹൃത്തായിരുന്നു. അർജുൻ കോൾ എടുത്തു. ഹലോ. അപ്പുറത്ത് നിന്ന ശബ്ദം ഗൗരവമായിരുന്നു. അർജുൻ, ഇനിയൊരു കാര്യം ശ്രദ്ധിച്ചോളൂ. അനന്യ പഴയ ആളല്ല. അവളെ വീണ്ടും ചതിക്കാനോ ഭയപ്പെടുത്താനോ നോക്കിയാൽ ഈ പ്രാവശ്യം അവൾ മിണ്ടാതെ നിൽക്കില്ല. ഇനി അവൾ തീരുമാനിക്കുന്നത് അവളുടെ ജീവിതമാണ്. കോൾ അവസാനിച്ചു. ആ വാക്കുകൾ അർജുൻ്റെ മനസ്സിലൊരു ഭയം വിതച്ചു. ആദ്യമായിട്ടാണ് അനന്യ തന്നെ വിട്ടുപോകുമോ എന്ന ചിന്ത അവനെ അലട്ടിയത്. അർജുൻ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് പോയി. ആശുപത്രിയുടെ മുറിയിലേക്ക് കയറിയപ്പോൾ അനന്യ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അനന്യ, അവൾ തിരിഞ്ഞു നോക്കിയില്ല. ശരിക്കും എന്നെ നീ വിട്ടുപോവുകയാണോ? കുറച്ചു നിമിഷങ്ങൾ നിശബ്ദത. ശേഷം അനന്യ വളരെ ശാന്തമായി പറഞ്ഞു, ഞാൻ പോകുമോ ഇല്ലയോ എന്നല്ല ഇനി ചോദിക്കേണ്ടത് അർജുൻ. ഞാൻ എന്തുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തത് അതാണ് നീ ചിന്തിക്കേണ്ടത്. നിന്റെ ഓരോ കള്ളവും ഓരോ വഞ്ചനയും എന്നെ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചു. ഇനി ഞാൻ എന്നെ നഷ്ടപ്പെടുത്തില്ല. അവളുടെ ശബ്ദത്തിൽ കണ്ണുനീറുണ്ടായിരുന്നില്ല, ഉറച്ച തീരുമാനം മാത്രം. അർജുൻ മിണ്ടാതെ നിന്നു. കാരണം അവൻ ആദ്യമായി മനസ്സിലാക്കി, അനന്യ അവനെ വിട്ടുപോകാൻ മാത്രമല്ല തീരുമാനിച്ചിരുന്നത്, അവളുടെ ജീവിതം തകർത്ത ഓരോ സത്യത്തിനും ഇനി മറുപടി പറയേണ്ട സമയം വന്നെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. ആ തിരിച്ചറിവ് അർജുൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറാൻ പോവുകയായിരുന്നു. അർജുൻ്റെ മുഖത്ത് ആദ്യമായി ഒരു ഭയമുണ്ടായിരുന്നു. അനന്യ, ഒരു തെറ്റുപറ്റി, അതിന് ഇത്ര വലിയ ശിക്ഷ വേണോ? അനന്യ അവൻ്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. ഇത്രയും വർഷത്തിനിടെ ആദ്യമായാണ് അവൾ അവൻ്റെ മുന്നിൽ തലകുനിക്കാതെ നിൽക്കുന്നത്. തെറ്റ്, ഒരു കള്ളം പറയുന്നത് തെറ്റാണ് അർജുൻ. പക്ഷേ വർഷങ്ങളോളം ഭാര്യയെ വഞ്ചിച്ച് ജീവിച്ചത് അതൊരു തെറ്റല്ല, അതൊരു ചതിയാണ്. അർജുൻ മിണ്ടാതെ നിന്നു. അനന്യ വീണ്ടും തുടർന്നു. നീ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എൻ്റെ കണ്ണുനീർ കണ്ടേനെ. പക്ഷേ നീ കണ്ടത് എൻ്റെ ശമ്പളം മാത്രമാണ്. ഇനി എൻ്റെ സ്നേഹത്തെയും എൻ്റെ നിശബ്ദതയെയും എൻ്റെ ശമ്പളത്തെയും വെച്ച് കളിക്കാൻ നോക്കരുത്. ഇനി ഞാൻ പഴയ അനന്യയല്ല. എന്നെ വീണ്ടും നിർബന്ധിക്കാനോ ഭീഷണിപ്പെടുത്താനോ അപമാനിക്കാനോ ശ്രമിച്ചാൽ ഞാൻ മിണ്ടാതെ നിൽക്കില്ല. ആ ദിവസം കോടതി വരെ പോകേണ്ടി വന്നാലും ഞാൻ പിന്നോട്ട് പോകില്ല. പക്ഷേ ആ ദിവസം വരാൻ കാരണം ഞാനായിരിക്കില്ല, നീയായിരിക്കും. ആ വാക്കുകൾ കേട്ടപ്പോൾ അർജുൻ്റെ മുഖം വിളറി. അവൻ ആദ്യമായി സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു. ആ രാത്രി അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വിവാഹത്തിൻ്റെ പഴയ ഫോട്ടോകൾ ഓരോന്നായി എടുത്തു നോക്കി. അവയിൽ ചിരിച്ചു നിൽക്കുന്ന അനന്യ ഇന്ന് തൻ്റെ മുന്നിൽ എന്നേക്കുമായി അകന്നു പോയെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ സ്വയം പതുക്കെ പറഞ്ഞു, ഞാൻ നഷ്ടപ്പെടുത്തിയത് ഒരു ശമ്പളമല്ല, എന്നെ ജീവനേക്കാൾ വിശ്വസിച്ച എൻ്റെ ഭാര്യയാണ്. പക്ഷേ ആ തിരിച്ചറിവ് വന്നപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. 2 മാസം കഴിഞ്ഞിരുന്നു. അനന്യ പഴയ വീട്ടിൽ നിന്ന് മാറി ഒരു പുതിയ നഗരത്തിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി. ചെറിയൊരു വാടക വീട്, ജനലരികിൽ കുറച്ച് ചെടികൾ, ഒരു മേശ, കുറച്ച് പുസ്തകങ്ങൾ. വർഷങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ അവൾക്ക് സമാധാനമായി ശ്വസിക്കാൻ കഴിഞ്ഞു. ഒരു ദിവസം വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആരോ തൻ്റെ പേര് വിളിക്കുന്ന ശബ്ദം കേട്ടു. അനന്യ. അവൾ തിരിഞ്ഞു നോക്കി. അർജുൻ. കണ്ണുകളിൽ ഉറക്കമില്ലാത്ത രാത്രികളുടെ ക്ഷീണം. അവൻ പതുക്കെ അടുത്തു വന്നു. അനന്യ, ഒരു 5 മിനിറ്റ് സംസാരിക്കാമോ?
കുറച്ച് നിമിഷങ്ങൾ അവൾ മിണ്ടാതെ നിന്നു. ശേഷം പറഞ്ഞു, പറയൂ. അർജുൻ തല കുനിച്ചു. ഞാൻ തെറ്റ് ചെയ്തു. നിന്നെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകി. നീ പോയതിന് ശേഷമാണ് ഈ വീട് എത്ര ശൂന്യമാണെന്ന് മനസ്സിലായത്. ഒരിക്കൽ കൂടി നമുക്ക് തുടങ്ങാമോ? അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞില്ല. കാരണം ആ കണ്ണുനീർ എല്ലാം അവൾ മാസങ്ങൾക്ക് മുമ്പേ കരഞ്ഞു തീർത്തിരുന്നു. അവൾ വളരെ ശാന്തമായി പറഞ്ഞു, അർജുൻ, ഞാൻ നിന്നെ വെറുക്കുന്നില്ല. കാരണം വെറുക്കാൻ പോലും ഇന്ന് എൻ്റെ മനസ്സിൽ ഒന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പഠിച്ചു. സ്നേഹം ഇല്ലാത്തിടത്ത് ജീവിക്കുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷയാണ്. അർജുൻ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അനന്യ തുടർന്നു, നിനക്കെന്നെ തിരികെ വേണമെന്നല്ല ഇന്ന് തോന്നുന്നത്. നീ നഷ്ടപ്പെടുത്തിയ ജീവിതം തിരികെ വേണമെന്നാണ്. പക്ഷേ ചില വാതിലുകൾ അടഞ്ഞാൽ പിന്നെ തുറക്കില്ല. അവൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു, നിനക്ക് നല്ലൊരു ജീവിതം ആശംസിക്കുന്നു അർജുൻ. അത്രയും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു. അർജുൻ അവളെ വിളിച്ചില്ല. കാരണം ഈ പ്രാവശ്യം അവന് മനസ്സിലായിരുന്നു, സ്നേഹിച്ച ഒരാളെ പിടിച്ചു നിർത്താൻ കഴിയുന്നത് പണം കൊണ്ടല്ല, വിശ്വാസം കൊണ്ടാണ്. അനന്യ നടന്ന് അകലുമ്പോൾ സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. പക്ഷേ അവളുടെ ജീവിതത്തിൽ അസ്തമിച്ചത് ഒരു ബന്ധം മാത്രമായിരുന്നു. ഉദിച്ചത് പുതിയൊരു ആത്മവിശ്വാസമായിരുന്നു. ചില വേർപിരിയലുകൾ തോൽവിയല്ല, സ്വയം കണ്ടെത്താനുള്ള തുടക്കമാണ്. വിവാഹം കഴിക്കുന്നത് ഒരു ജീവിത പങ്കാളിയെ നേടാനാണ്. ചിലർ ഒരു സൗകര്യം നേടാനാണ്. പക്ഷേ ഒരു ബന്ധം നിലനിൽക്കണമെങ്കിൽ എനിക്കെന്ത് കിട്ടും എന്ന ചോദ്യമല്ല, ഞാൻ എന്ത് നൽകും എന്ന മനസ്സായിരിക്കണം. സ്നേഹം അവകാശം ചോദിക്കില്ല, ആദരവ് മാത്രമേ ചോദിക്കൂ. ആ ആദരവ് നഷ്ടപ്പെട്ട നിമിഷം ഒരേ വീട്ടിൽ ജീവിച്ചാലും രണ്ട് മനസ്സുകൾ ഒരുപാട് അകന്നു പോകും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വിശ്വസിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ വിശ്വാസത്തെ ഒരിക്കലും പരീക്ഷിക്കരുത്. കാരണം തകർന്ന ഹൃദയത്തിന് മരുന്ന് കിട്ടിയേക്കാം, പക്ഷേ തകർന്ന വിശ്വാസത്തിന് രണ്ടാമതൊരു അവസരം കിട്ടണമെന്നില്ല. ഭാര്യയോ ഭർത്താവോ ആരായാലും സ്നേഹത്തിൻ്റെ പേരിൽ ഒരാളുടെ സ്വാതന്ത്ര്യവും ആത്മാഭിമാനവും തകർക്കാൻ ആർക്കും അവകാശമില്ല. കുടുംബം നിലനിൽക്കുന്നത് പണത്തിൻ്റെ ബലത്തിലല്ല, പരസ്പര ബഹുമാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കരുതലിൻ്റെയും ബലത്തിലാണ്. നമ്മൾ വീണ്ടും കാണാം മറ്റൊരു ഹൃദയസ്പർശിയായ കഥയുമായി. നന്ദി.